എൻ്റെ ഒരു അഭ്യർത്ഥന, ഈ മുട്ടിന് കേസുകൾ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഞങ്ങളെയൊക്കെ അകത്തിടണമെന്ന് പറഞ്ഞ കാട്ടുപോത്തിനെ പോലെ പെരുമാറിയ ഈ പോലീസിനെ കേരളത്തിലൊരു ദുരന്തമായി പ്രഖ്യാപിക്കണം. അതുകൂടി ഈ സർക്കാർ ചെയ്യണം. ഒരു തരത്തിലും കേരളത്തിലെ പോലീസിന്, കാക്കിയിട്ട പോലീസിന് ചേർന്ന പണിയല്ല ഇന്ന് അവർ കാണിച്ചത്. ഒരു വിഷയത്തിൽ തന്നെ 4 കേസാണ് എടുത്തിരിക്കുന്നത്. ഡിവൈഎസ്പിക്ക് പ്രത്യേക കേസ്, CIക്ക് പ്രത്യേക കേസ്, SIക്ക് 3 കേസ് കൊടുത്തിരിക്കുകയാണ്. അവരെ ഉപദ്രവിച്ചു. ആശുപത്രി സൂപ്രണ്ടിന് വേറെ കേസ്. നമ്മൾ ഈ ജനാധിപത്യ കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന പിണറായി വിജയനും അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരും അവരാരും സമരം ചെയ്തിട്ടില്ലേ? ഇതുപോലെ കേസെടുത്ത് ഈ പ്രതിഷേധ സ്വരങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള ബോധപൂർവമായിട്ടുള്ള സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച ഉപജാപക സംഘങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മുഖത്തേറ്റ, കരണത്തേറ്റ അടിയാണ് ഇന്ന് കോടതി നൽകിയിട്ടുള്ളത്. ഈ 4 കേസിലും ജാമ്യം ലഭിച്ചത്, ജാമ്യമില്ലാത്ത 3ഉം 4ഉം വകുപ്പുകളിട്ടാണ് ഈ കേസെടുത്തത്. എങ്ങനെയെങ്കിലും അകത്താക്കുക എന്നുള്ളതാണ്. അകത്താക്കിയാൽ ഭയപ്പെടുത്താമല്ലോ, ഈ പ്രതിഷേധ സ്വരങ്ങളെ ഇല്ലാതാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സൂചനയായിരുന്നു സർക്കാരിൻ്റേത്. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഇതുകൊണ്ടൊന്നും മടങ്ങിപ്പോകുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും. അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ ഇനിയും ഉണ്ടാകും. ഈ സർക്കാരിനെതിരെ, ഈ സർക്കാരിൻ്റെ ധൂർത്തിനെതിരെ, അനാസ്ഥയ്ക്കെതിരെ, ഈ വന്യജീവികളുടെ ശല്യം മൂലം മരണപ്പെടുന്ന, കൃഷികൾ നശിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ഇനിയും ശബ്ദിക്കും. അതിൻ്റെ പേരിൽ ഒരു കേസല്ല, 1000 കേസെടുത്താലും അതിനെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ കോൺഗ്രസിനുണ്ട്, എറണാകുളത്തെ കോൺഗ്രസിനുണ്ട് എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേസെടുത്തും കാക്കി അണിഞ്ഞ പോലീസുകാരെ അണിനിരത്തിയും ലാത്തി കാണിച്ചും ജയിൽ കാണിച്ചൊന്നും ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താമെന്ന് കരുതണ്ട. ഞങ്ങളുടെ അവസാനത്തെ അത്താണി ഈ നീതിപീഠമാണ്. ഈ നീതിപീഠത്തിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അവർക്ക് ബോധപൂർവമല്ലാത്ത രീതിയിൽ പെരുമാറുന്ന പോലീസിനെതിരായി അവരെ നിലക്ക് നിർത്താൻ കഴിയുന്ന വിധികൾ ഉണ്ടാകും എന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇന്ന് കോടതിയും ചെയ്തത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളുണ്ടാവും, ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവരുണ്ട്. അവർ കൂടി ഈ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. അവരും നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും നൽകിയ വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണയ്ക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തും. നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹാജരാകും. നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഞാനും ശ്രീ മാത്യു കുഴൽനാടനും നാളെ വൈകുന്നേരം ഹാജരാകും. നാളെ വൈകിട്ട് 4 മണിക്ക്. ഓക്കെ.